ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GST നമ്മൾ അവസാന പോർഷനുകളിലേക്ക് എത്തിയിട്ടുണ്ട്. യൂണിറ്റ് 5 അപ്പോൾ നമ്മുടെ മോഡ്യൂൾ 5 5th യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്നുള്ളതാണ് യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിന് മുൻപൊക്കെ നമ്മൾ എന്താണ് ഈ പറയുന്ന ഇൻസ്പെക്ഷനെ കുറിച്ച്, സെർച്ചിനെ കുറിച്ച്, പെനാൽറ്റികളെ കുറിച്ച്, അറസ്റ്റിനെ കുറിച്ചൊക്കെയുള്ള ചാപ്റ്റർ ആയിരുന്നു പണ്ട് കണ്ടത്. അതായത് ഇപ്പോൾ GST അടപ്പിക്കുക, ഇനി അടയ്ക്കാത്ത ആൾക്കാർ, എന്തെങ്കിലും ഒഫൻസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് എങ്ങനെയാണ് അവർക്ക് ശിക്ഷകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, പെനാൽറ്റീസ്. സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രൊവൈഡ്സ് എ സ്ട്രിക്റ്റ് കോംപ്ലയൻസ് പ്രൊസീജിയർ ഫോർ ഓൾ ടാക്സ് പേയേഴ്സ് ഓർ പീപ്പിൾ ഫോളിംഗ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്, സിൻസ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഇസ് ബീങ് റെക്കോർഡഡ് ആൻഡ് ട്രാക്ഡ് ബിറ്റ്വീൻ the source and destination. The taxpayers are liable to maintain and declare information with high level of accuracy. The term offense refers to breach of a law or rule or an act against provisions of a particular law. അപ്പോൾ ഇവിടെ ഒഫൻസ് എന്നാണ് ചോദിക്കുകയാണെന്നാണ്, ഒരു നിയമം തെറ്റിക്കലാണ്, ബ്രീച്ച് ഓഫ് ലോ ആണ്, അല്ലെങ്കിൽ റൂൾ തെറ്റിക്കലാണ്, അഗെയിൻസ്റ്റ് പ്രൊവിഷൻസ് ഓഫ് എ പെർട്ടിക്കുലർ ലോ. ഒഫൻസ് അണ്ടർ GST ലോ ഇസ് ദ ബ്രീച്ച് ഓഫ് പ്രൊവിഷൻസ് ഓഫ് GST ആക്ട്. GST ആക്റ്റും അതുപോലെ GST റൂൾസും ബ്രീച്ച് ചെയ്യുക, അതിനെ മറികടക്കുക അല്ലെങ്കിൽ അതിനെ തെറ്റിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുക. അതിന് പെനാൽറ്റീസ് വരും. പെനാൽറ്റീസ് ആർ ദ പണിഷ്മെൻറ്റ്സ് ഇമ്പോസ്ഡ് ബൈ എ ലോ. അപ്പോൾ എന്താണ് പെനാൽറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, പെനാൽറ്റീസ് ആർ ഇമ്പോസ്ഡ് ബൈ എ ലോ ഫോർ കമ്മിറ്റിംഗ് സർട്ടൻ ഒഫൻസ്. ഒഫൻസ് മീൻസ് ബ്രേക്കിംഗ് എ ലോ ആണ്, ബ്രീച്ചിങ് എ ലോ ആണ്. Under the act or failing to perform something was the duty of a person to do so. So penalties of certain offences ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 122 ആണ്. A taxable person who is committed any of the following offence shall liable to pay a penalty of ₹10,000. താഴെ പറയുന്ന പെനാൽറ്റികൾ എന്തെങ്കിലും ഒരു ടാക്സബിൾ പേഴ്സൺ ചെയ്യുകയാണെങ്കിൽ അയാൾ 10,000 രൂപ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഓർ എൻ എമൗണ്ട് ഇക്വാലന്റ് ടു ദ ടാക്സ് ഇവേഡഡ് ഓർ ദ ടാക്സ് നോട്ട് ഡിഡക്റ്റഡ് അണ്ടർ സെക്ഷൻ 51. അതായത് ഒന്നുകിൽ ഇയാൾ ടാക്സ് വെട്ടിച്ചതായിട്ടുള്ള, ഇവേഡഡ് ആയിട്ടുള്ളതോ ടാക്സ് നോട്ട് ഡിഡക്റ്റഡ്, അത് കൃത്യമായി ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു വരുമാനം നമ്മളൊരാൾക്ക് കൊടുക്കണ നേരത്ത് അതിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ആ കൊടുക്കുന്ന ആൾക്ക് നമുക്ക് ഉറപ്പുണ്ട്, കാര്യം അയാൾ ടാക്സബിൾ ലിമിറ്റ് കഴിഞ്ഞു പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ടാക്സ് അതോറിറ്റീസിനെ അടയ്ക്കണം എന്നുള്ളതാണ് ടാക്സ് ഡിഡക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അടയ്ക്കാൻ വിട്ടുപോയത്, അതായത് TDS അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ തുക അടയ്ക്കുക, അല്ലെങ്കിൽ ടാക്സ് നമ്മൾ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് അടയ്ക്കുക, അല്ലെങ്കിൽ 10,000 രൂപ അടയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓർ ഷോർട്ട് ഡിഡക്റ്റഡ് ഓർ ഡിഡക്റ്റഡ് ബട്ട് നോട്ട് പേ ടു ദ ഗവൺമെൻറ് ഓർ ടാക്സ് നോട്ട് കളക്റ്റഡ് അണ്ടർ സെക്ഷൻ 52 ഓർ ഷോർട്ട് കളക്റ്റഡ് ഓർ കളക്റ്റഡ് ബട്ട് നോട്ട് പേ ടു ദ ഗവൺമെൻറ് ഓർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്. സോ വാട്ട് ആർ ദ തിങ്സ് വിച്ച് വൺ ഹാസ് ടു ഡു ഫോർ getting a penalty for certain offences? അതിൽ ഫസ്റ്റ് വണ്ണാണ് supplies any goods or service without issuing invoice or issue incorrect or false invoice ആണ്. അതായത് ഒരു കൃത്യമായിട്ടൊരു ഇൻവോയ്സ് ഇല്ലാണ്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്താണ് സപ്ലൈ ചെയ്യുക, അങ്ങനെ വരുമ്പോൾ എന്താണ് ഒഫൻസ് വരുന്നുള്ളതാണ്. ഇഷ്യൂ എനി ഇൻവോയ്സ് ഓർ ബിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണ്. ഒരു സപ്ലൈ ഗുഡ്സും സർവീസും ഒന്നും കൊടുക്കാതെ ബില്ല് അടിക്കുക, അത് ഒരു വെട്ടിപ്പാണ്. അതുകൂടാതെ ഗുഡ്സ് സർവീസും സപ്ലൈ ചെയ്തിട്ട് ബില്ലടിക്കാതിരിക്കുക, ഇത് രണ്ടും സംഭവിക്കാം. ഫെയിൽസ് ടു പേ കളക്റ്റഡ് ടാക്സ് ടു ദ ഗവൺമെൻറ് ബിയോണ്ട് എ പീരീഡ് ഓഫ് 3 months. നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് 3 മാസത്തിനുള്ള ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ലെങ്കിൽ അത് ഒഫൻസാണ്. അതിന് ചിലപ്പോൾ 10,000 രൂപ അല്ലെങ്കിൽ നമ്മൾ വെട്ടിച്ച അല്ലെങ്കിൽ അടയ്ക്കാനുള്ള തുക ടാക്സ് അടയ്ക്കേണ്ടി വരും. കളക്ട് എനി ടാക്സ് ഇൻ കോൺട്രാവെൻഷൻ ടു ദ പ്രൊവിഷൻ ഓഫ് ദ ടു ദിസ് ആക്ട് ബട്ട് ഫെയിൽസ് ടു പേ ദ സെയിം ടു ദ ഗവൺമെൻറ്. ഈ ആക്ടിൽ പറയാത്തൊരു ടാക്സ് നമ്മൾ വെറുതെ കളക്ട് ചെയ്ത് ആൾക്കാരെ പറ്റിച്ചിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ലെങ്കിൽ അതൊരു ഒഫൻസാണ്. ഫെയിൽസ് ടു ഡിഡക്റ്റ് ദ ടാക്സ് മെൻഷൻഡ് ആസ് അണ്ടർ സെക്ഷൻ 51. സെക്ഷൻ 55 പ്രകാരം പറഞ്ഞിരിക്കുന്ന ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ വിട്ടുപോയി. ഫെയിൽസ് ടു കളക്ട് ടാക്സ് ആസ് മെൻഷൻ അണ്ടർ സെക്ഷൻ 52 സബ്സെക്ഷൻ. അത് TCSൻ്റെ കേസാണ്. അതായത് ഇപ്പോൾ ടാക്സ് കളക്റ്റഡ് റിസോഴ്സ് അതെന്നാണ് കളക്ട് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ ടേക്സ് ഓർ യൂട്ടിലൈസസ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിത്തൗട്ട് ആക്ച്വൽ റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അതായത് കൃത്യമായിട്ട് ഗുഡ്സും സർവീസും റിസീവ് ചെയ്ത് നമ്മൾ വെറുതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കാണിക്കുകയാണെങ്കിൽ, സാധനം വാങ്ങാനായിട്ട് ടാക്സ് അടച്ചു എന്ന് കാണിച്ചിട്ട് സാധനം വിൽക്കണ നേരത്തെ ആ ടാക്സ് കുറയ്ക്കുന്നതിൻ്റെ പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഞാൻ വീണ്ടും പറയണത്, അപ്പോൾ കൃത്യമായിട്ട് സാധനം വരാതെ നമ്മൾ വെറുതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, വരാത്തൊരു സാധനത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നമ്മൾ വാങ്ങാത്തൊരു സാധനത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതൊരു ഒഫൻസാണ്. ഫ്രോഡുലൻ്റ്ലി ഒബ്റ്റെയിൻസ് റീഫണ്ട് ഓഫ് ടാക്സ്. നമ്മൾ ഗവൺമെൻറ് കയ്യിൽ നിന്ന് ടാക്സ് അടച്ചതിന് റീഫണ്ട് ഫ്രോഡുലൻ്റിലായിട്ട്, അതായത് നമ്മൾ തട്ടിപ്പോട് കൂടിയിട്ട് നമ്മൾ വാങ്ങിയെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഒഫൻസ്. ദെൻ ടേക്സ് ഓർ ഡിസ്ട്രിബ്യൂട്ട്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ കോൺട്രവെൻഷൻ.
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെക്ഷൻ 20 ബദലായിട്ട് വാങ്ങുക. ഫോൾസിഫൈസ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫൈനൽ റെക്കോർഡ്സ് ആണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് P&L അക്കൗണ്ടൊക്കെ ഫോൾസിഫൈ, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുക, അതായത് കള്ളക്കണക്കുകൾ എഴുതുണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഒരു 10 പോയിൻ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, പെനാൽറ്റീസ് ഫോർ സർട്ടൺ ഒഫൻസിൽ ഒരു 10 പോയിൻ്റ്, എല്ലാം വായിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു 10 പോയിൻ്റ് നോക്കി വെച്ചാൽ മതി. കുറേ പോയിൻ്റുകൾ അതിൽ വരുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞത് ഷാൽ ബി ലയബിൾ ടു പേ എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ സപ്ലൈസ് എനി ഗുഡ്സ് ഓർ സർവീസ് ഓർ വിത്ത്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സർട്ടൺ ഒഫൻസസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ 10 പോയിൻ്റ് വായിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇത് ഫർണിഷ് ഇൻഫർമേഷൻ റിട്ടേൺസ് ആണ്. നമ്മൾ കൃത്യമായിട്ട് എന്താണ്, നമ്മുടെ റിട്ടേൺസ് കൃത്യമായിട്ട് ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ സെക്ഷൻ 123 പ്രകാരമാണ് നമുക്ക് ഒഫൻസ് വരിക. അതിനുള്ള പെനാൽറ്റിയാണ്. എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ടു ഫർണിഷ് ഇൻഫർമേഷൻ return under section 150 failed to do so within a period specified in the notice shall be liable to pay a penalty of rupees 100 per day for each day during which the failure to furnish such return continues subject to maximum of rupees 5,000. അതായത് നമ്മളൊരു ഈ പറയുന്ന റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ ഫർണിഷ് ചെയ്യണം. ഫർണിഷ് ചെയ്യാന്ന് വെച്ചാൽ അത് സബ്മിറ്റ് ചെയ്യണം. അത് സെക്ഷൻ 123 പ്രകാരം ചെയ്യേണ്ട റിട്ടേൺ ആണ്. സെക്ഷൻ 150 പ്രകാരം ചെയ്യേണ്ടതാണ്. അത് ഫെയിൽ ആകുമ്പോഴാണ് ഈ സെക്ഷൻ 123 പ്രാബല്യത്തിൽ വരിക. അപ്പോൾ അത് പറഞ്ഞത് നമ്മൾ ആ റിട്ടേൺ ഫെയിൽ ആവുകയാണെങ്കിൽ ഒരു ദിവസം 100 രൂപ വെച്ച് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അത് 5,000 വരെ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അതാണ് സെക്ഷൻ 123 പറയുന്നത്. ഇനി അപ്പോൾ ഇത് സർട്ടൺ ഒഫൻസസ് ആണ്. അപ്പോൾ ആ ഒഫൻസുകൾ ഒരു 10 നമ്മൾ എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കാൻ, അത് പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോവുകയാണെങ്കിൽ സെക്ഷൻ 124 അതിൻ്റെ പെനാൽറ്റിയെക്കുറിച്ച് പറയുന്നത്. ദ പേഴ്സൺ റെസ്പോൺസിബിൾ ടു ഫർണിഷ് എനി ഡീറ്റെയിൽസ് ഓർ റിട്ടേൺ അണ്ടർ സെക്ഷൻ 151 വിത്തൗട്ട് എനി റീസണബിൾ കോസ് ഫെയിൽസ് ടു ഫർണിഷ് സച്ച് ഇൻഫർമേഷൻ ഓർ റിട്ടേൺ ആസ് റിക്വയർഡ് അണ്ടർ ദ സെക്ഷൻ ഓർ വിൽഫുള്ളി ഫർണിഷസ് ഓർ കോസസ് ടു ഫർണിഷ് എനി ഇൻഫർമേഷൻ ഓർ റിട്ടേൺ വിച്ച് he knows to be false shall be punishable with a fine which may extend to rupees 10,000. സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ട് ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ സെക്ഷൻ 150 ആണെങ്കിൽ ഇവിടെ സെക്ഷൻ 151 പ്രകാരമാണ്. അതിൽ പറഞ്ഞ പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ 124 പ്രകാരമാണ് ശിക്ഷകൾ വിധിക്കുക. അത് 10,000 രൂപ വരുന്നതാണ് നമുക്ക് പെനാൽറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജനറൽ പെനാൽറ്റിയാണ്. അത് സെക്ഷൻ 125 പറഞ്ഞത്. ഇതിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10,000 കഴിഞ്ഞാൽ വീണ്ടും എന്താണ് അത് എക്സ്റ്റെൻഡ് ചെയ്യും, അത് 25,000 പോവുകയും ചെയ്യും. പിന്നെ ജനറൽ പെനാൽറ്റിയിൽ പറഞ്ഞത് എ പേഴ്സൺ ഹു കോൺട്രാവീൻസ് എനി പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഓർ for which no penalty is separately provided for in the act shall be liable to pay a penalty which may extend to rupees 2,500. വേറെ പെനാൽറ്റികളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഈ ആക്ടിന് വിപരീതമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ 2,500 രൂപ ഫൈന് അല്ലെങ്കിൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ജനറൽ ഗൈഡ് ലൈൻസ് റിലേറ്റഡ് ടു പെനാൽറ്റിയാണ് സെക്ഷൻ 126. നോ ഓഫീസർ അണ്ടർ ദിസ് ആക്ട് ഷാൽ ഇമ്പോസ് എനി പെനാൽറ്റി ടു മൈനർ ബ്രീച്ചസ് ഓഫ് ടാക്സ്. അപ്പോൾ ചെറിയ ബ്രീച്ചുകളൊക്കെ ചെറിയ അബദ്ധങ്ങളൊക്കെ ഒരാൾക്ക് പറ്റി പോവുകയാണെങ്കിൽ, ഈ നിയമം തെറ്റിച്ചു പോവുകയാണെങ്കിൽ പെനാൽറ്റി അടപ്പിക്കരുത്. ഓർ പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഓർ എനി ഒമിഷൻ ഓർ മിസ്റ്റേക്ക് ഇൻ ഡോക്യുമെൻറ്റേഷൻ വിച്ച് ഈസിലി റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകളാണെങ്കിലും പെനാൽറ്റി അടപ്പിക്കരുത്. എ ബ്രീച്ച് ഷാൽ കൺസിഡേർഡ് എ മൈനർ ബ്രീച്ച് ഇഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഇൻവോൾവ് ഇസ് ലെസ് ദാൻ 5,000. 5,000 ടാക്സ് ഡിഫറൻസ് വരികയാണെങ്കിൽ ഒരാൾ കുറച്ച് ടാക്സ് അടച്ച് അതിലൊരു 5,000 കുറവുണ്ടെങ്കിൽ അതൊന്നും പെനാൽറ്റിയിലേക്ക് ഉൾപ്പെടുത്തരുത്. ആ പൈസ വേഗം അടപ്പിച്ചിരുന്നതാണ് പെനാൽറ്റി ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. An omission or mistake in documentation shall be considered to be easily rectifiable if the same is an error apparent to the face of record. നമ്മൾ റെക്കോർഡ് തന്നെ കാണുന്ന രീതിയിൽ ഒരു എറർ വരിക, അപ്പോൾ അയാൾ അബദ്ധത്തിൽ ചെയ്തു പോയതാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനൊന്ന് പെനാൽറ്റി ഈടാക്കരുത്. ഒക്കെ എന്നാണ് അത് തിരുത്തിച്ചിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറയുക എന്നുള്ളതാണ്. Penalty imposed under this act shall depend on the fact and circumstances of each case shall be commensurate with the degree and severity of the breach. പെനാൽറ്റി കൊടുക്കുന്നത് ആ ഒരു ബ്രീച്ചിൻ്റെ, നമ്മൾ ആ ഒരു വെട്ടിപ്പല്ല, ആ എന്താണ് നിയമം തെറ്റിക്കുന്നതിൻ്റെ അതിൻ്റെ എന്താണ് ഒരു ഗ്രാവിറ്റി നോക്കിയിട്ടാണ്, അതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ സിവിയറിറ്റി നോക്കിയിട്ടാണ്, അത് എത്രമാത്രം എന്താണ് ആഴത്തിലുള്ളതാന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ബ്രീച്ച്. നോ പെനാൽറ്റി ഷാൽ ബി ഇമ്പോസ്ഡ് ഓൺ എനി പേഴ്സൺ വിത്തൗട്ട് ഗിവിംഗ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്. ഏതൊരാൾക്ക് പെനാൽറ്റി കൊടുക്കുന്നതിന് മുൻപ് അയാൾ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. ദ ഓഫീസർ അണ്ടർ ദിസ് ആക്ട് ഷാൽ വൈൽ ഇമ്പോസിംഗ് പെനാൽറ്റി in an order of a breach of any law
regulation or procedural requirement specify the nature of the breach and the applicable law. അതായത് ഓഫീസർ എന്താണ് വൈൽ ഇമ്പോസിങ് പെനാൽറ്റി ഇൻ ഓർഡർ ഓഫ് എ ബ്രീച്ച് ഓഫ് എനി ലോ റെഗുലേഷൻ പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ് സ്പെസിഫൈ ദ നേച്ചർ ഓഫ് ബ്രീച്ച്. അതായത് ഈ ഓഫീസർ ഈ ബ്രീച്ച് മുഖാന്തരം പെനാൽറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ ബ്രീച്ച് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ടും സ്പെസിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. When a person voluntarily discloses to an officer under this act the circumstances of a breach of the tax law, regulation or procedural requirement prior to the discovery of the breach by the officer under this act, the proper officer may consider this fact as a mitigating factor when the quantifying a penalty for that person. അതായത് ഇവിടെ പറഞ്ഞത് നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി, വലിയൊരു തെറ്റ് തന്നെയാണ്, ഒരു 10,000 5,000 25,000 വരെ 5,000 മുകളിൽ വരുന്നൊരു ടാക്സ് നമുക്ക് അടയ്ക്കാനുള്ളത് അടയ്ക്കാൻ പറ്റാതെ പോയി. ആ ഓഫീസർ കണ്ടെത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ തന്നെ സ്വയം പോയിട്ട് അത് പറയാണ് ഇങ്ങനത്തെ അബദ്ധം പറ്റിപ്പോയെന്ന് പറയുകയാണെങ്കിൽ ആ ഓഫീസർക്ക് തീരുമാനിക്കുക നമ്മൾ എത്ര പെനാൽറ്റി അടയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ മാതിരി 25,000 10,000 ചിലപ്പോൾ എത്തില്ല എന്നുള്ളതാണ്. The provisions of this act shall not apply in such cases where the penalty specified under this act is either fixed sum or expressed as a fixed percentage. അതായത് പ്രൊവിഷൻസ് പറഞ്ഞില്ല എവിടെയാണ് ഫിക്സ്ഡ് സം അല്ലെങ്കിൽ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു 100 രൂപ മുതൽ തുടങ്ങിയാൽ ഒരു 5,000 രൂപ അങ്ങനെയൊക്കെ കേസാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പെനാൽറ്റി ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, പെർസെൻറ്റേജ് വൈസിലല്ല വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ഗൈഡ് ലൈൻസ് ടു പെനാൽറ്റി. പിന്നെ പവർ ടു ഇമ്പോസ് പെനാൽറ്റി ഇൻ സർട്ടൻ കേസസ് സെക്ഷൻ 127 ആണ്. A person commits some offence and the proper officer is of the view that he is liable to a penalty, but the same is not covered under the proceedings under section 62, 63, 64 or 73 and 74, 129, 130. He may issue an order levying such penalty after giving a reasonable opportunity of being heard to such person. അതായത് ഇവിടെ പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു ഓഫീസർക്ക് ഒരാൾ പെനാൽറ്റി അടയ്ക്കണം തോന്നുകയാണെങ്കിൽ പക്ഷേ ഈ ഒരു സെക്ഷൻസ് ഒന്നും പ്രകാരം അയാൾ പെടുന്നില്ലെങ്കിൽ അയാളെ ഈ പറഞ്ഞ ആളെ കേൾക്കണം. അതായത് ആ പെനാൽറ്റി കൊടുക്കുന്നതിന് മുമ്പ് അയാൾ എന്താ പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ കേൾക്കണം എന്നുള്ളതാണ്. സെക്ഷൻ 62, 63, 64, 73, 74, 79, 30 ഇതിലൊന്നും പെടാത്ത നോട്ട് കവേർഡ് എനി ഈ ഒരു നിയമത്തിലൊന്നും പെടാത്തൊരു പെനാൽറ്റിയാണ് വന്നതെങ്കിൽ സെക്ഷൻ 127 പറഞ്ഞത് അയാളെ പ്രത്യേകം നമ്മൾ കേൾക്കണം എന്താ അയാൾക്ക് പറയാനുള്ളത് എന്നുള്ളത്. പെട്ടെന്ന് പെനാൽറ്റി അടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പവർ ടു വേവ് പെനാൽറ്റി ഫീ ഓർ ബോത്ത്. അപ്പോൾ ഈ 122 വേവ് എന്ന് വെച്ചാൽ എടുത്തു മാറ്റുക, പെനാൽറ്റി എടുത്ത് കളയുക, ഫീ അങ്ങനെയൊക്കെയുള്ള പവർ എന്താണെന്നുള്ളതാണ്. ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ വേവ് എന്ന് വെച്ചാൽ എടുത്ത് കളയാം. ഇൻ പാർട്ട് ഓർ ഫുൾ എനി പെനാൽറ്റി റെഫേർഡ് ടു സെക്ഷൻ 122. സെക്ഷൻ 122, 123, 125 ലേറ്റ് ഫീയോ 147 പറഞ്ഞ ലേറ്റ് ഫീയോ ഒക്കെ വരികയാണെങ്കിൽ ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിടുന്നതാണ് ആ ഒരു പെനാൽറ്റി വേവ് ചെയ്ത് കളയാം. വേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റി ഒഴിവാക്കാം എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് അതിന് നമ്മുടെ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ വേണം കേട്ടോ. അതിന് സെക്ഷൻ 128 അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിറ്റൻഷൻ, സീഷർ ആൻഡ് റിലീസ് ഓഫ് ഗുഡ്സ് ആൻഡ് കൺവേയൻസ് ഇൻ ട്രാൻസിറ്റ്സ് എന്ന് സെക്ഷൻ 129. അതായത് ഡിറ്റൻഷനാണ്, നമ്മൾ പിടിച്ചു വെക്കുക, സീഷർ സാധനങ്ങൾ കൈവശം വെക്കുക അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോവുക, റിലീസ് ഓഫ് ഗുഡ്സ് റിലീസ് ചെയ്യുക, കൺവേയൻസ് ഇൻ ട്രാൻസിറ്റ് അതായത് റിലീസ് ഓഫ് ഗുഡ്സ് ആൻഡ് കൺവേയൻസ് അതായത് നമ്മളെ ഗുഡ്സും കൺവേയൻസ് ഒക്കെ ട്രാൻസിറ്റിലാണെങ്കിൽ അത് റിലീസ് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സെക്ഷൻ 129 പറയുന്നത്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് വെയർ എനി പേഴ്സൺ ട്രാൻസ്പോർട്ട്സ് എനി ഗുഡ്സ് or stores any goods while they are in transit in contravention to the provisions of the Act or the rules made thereunder, all such goods and conveyance used as means of transport for carrying the said goods and documents relating to such goods and conveyance shall liable to the detention. അപ്പോൾ ഈ ഒരു ആക്ടിന് വിപരീതമായിട്ട് ഗുഡ്സ് ട്രാൻസിറ്റിൽ അതായത് നമ്മൾ ഗുഡ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് സീസ് ചെയ്യാനുള്ള അധികാരം ഈ പറയുന്ന ഓഫീസേഴ്സിനുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഗുഡ്സ് എങ്ങനെ വെക്കുമെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഈ ആക്ട് പ്രകാരമല്ല ഗുഡ്സ് നമ്മളിപ്പോൾ സെയിൽസ് ടാക്സ് ഒന്നും ഇൻപുട്ട് ടാക്സ് ഒന്നും പറയാണ്ട് ഒരു ബില്ലൊന്നും ഇല്ലാതെ സാധനങ്ങൾ കടത്തുകയാണെങ്കിൽ നമ്മളെ ഗുഡ്സ് അവർക്ക് എടുത്ത് കൊണ്ടുപോകാനുള്ള സീസ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനിപ്പോൾ ഒഴിവാക്കണമെങ്കിൽ അത് റിലീസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 200% ടാക്സ് അടയ്ക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ 2% ഈക്വൽ ടു വാല്യൂ ഓഫ് ഗുഡ്സ് ആയിരിക്കും, or 25,000 രൂപ വരും. പിന്നെ ചിലപ്പം പേയ്മെൻറ്റ് ഓഫ് പെനാൽറ്റി ഈക്വൽ ടു 50%, ചിലപ്പോൾ ഗുഡ്സിൻ്റെ 50% അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ടാക്സിൻ്റെ 200% അടയ്ക്കേണ്ടി വരും. പിന്നെ അപ്പോൺ ഫർണിഷിംഗ് സെക്യൂരിറ്റി ഇക്വാലൻറ്റ് ടു എമൗണ്ട് പേബിൾ, ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു ബെയിൽമെൻറ്റ് മാതിരി അതൊരു ജാമ്യം മാതിരി ഒരു സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനിയാണ് കോൺഫിസ്കേഷൻ. ഓക്കെ, കോൺഫിസ്കേഷൻ ഓഫ് ഗുഡ്സ് ഓർ കൺവേയൻസ് ആൻഡ് ലെവി ഓഫ്
പെനാൽറ്റി. കോൺഫിസ്കേഷൻ എന്ന് വെച്ചാൽ താൽക്കാലികമായൊരു സ്റ്റോപ്പേജ് എന്നുള്ളതാണ്. Okay, so where any person supplies or receives any goods in contravention of any of the provisions of this act or the rules made thereunder with intent to evade the payment of tax or does not account for any goods on which he is liable to pay the tax under this act, supplies any goods liable to tax under this act without having applied for registration, contravenes any of the provisions of this act or rules made thereunder with intent to evade the payment of tax, uses any conveyance as means of transport or for carriage of goods in contravention to the provision of this act, that it is used to knowledge in connivance of the owner himself, his agent. The officer adjudging confiscation shall give an option to pay in lieu of confiscation to the owner of the goods. അതായത് എ ഫൈൻ ദ സെഡ് ഓഫീസർ തിങ്സ് ഫിറ്റ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സാധനം, ഇപ്പോൾ ഒരു ഗുഡ്സ് നമ്മൾ എന്താണ് ഒരാൾ അയക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഈ നിയമം GST നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് ഒന്ന് ഫോളോ ചെയ്താണ് ചെയ്യുന്നതെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കൃത്യമായി ടാക്സ് അടയ്ക്കാത്ത ഗുഡ്സാണോ അയക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ അയാൾ എന്താണ് ഒരു രജിസ്ട്രേഷൻ പോലും ചെയ്യാതെ ഗുഡ്സ് അയക്കുകയാണെങ്കിലോ ഒക്കെ എന്താണ് അയാൾക്ക് പെനാൽറ്റി വരും. ചിലപ്പോൾ എന്താണ് ഇത് ഒഴിവാക്കാനായിട്ട് താൽക്കാലികമായിട്ട് ഈ ഒരു ഇത് നിർത്താൻ, കോൺഫിസ്കേഷൻ അതായത് മീൻസ് എന്താണ് ആ ഒരു പെനാൽറ്റിയോ അല്ലെങ്കിൽ ആ സ്റ്റോപ്പേജ് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫൈന് അല്ലെങ്കിൽ ഒരു ഫീസ് എന്താണ് ഈ ഓഫീസർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് വെച്ച് എന്താണ് പിന്നീട് അയാളെ ആ ഫൈന് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ ഗുഡ്സ് പെർട്ടിക്കുലർ ഗുഡ്സ് അയക്കാം, പിന്നീട് അയാൾ രജിസ്ട്രേഷനൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ്. ദെൻ കോൺഫിസ്കേഷൻ ഓർ പെനാൽറ്റി നോട്ട് ടു ഇൻ്റർഫിയർ വിത്ത് അതർ പണിഷ്മെൻറ്റ്സ്. മറ്റ് പണിഷ്മെൻറ്റ്സിലേക്ക് ഇൻ്റർഫിയർ ചെയ്യാതിരിക്കാനുള്ള കോൺഫിസ്കേഷനാണ്. Penalty not to interfere with other punishments without prejudice to the provisions contained in the Code of Criminal Procedure 1973. No confiscation made or penalty imposed under the provisions of the Act and rules made thereunder shall prevent the infliction of any other punishment to which the person affected thereby is liable under the provisions. അതായത് മറ്റൊരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല, അത് നിർത്തി വെക്കണം. നമ്മളൊരു പണിഷ്മെൻറ്റ് കൊടുത്താൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, മറ്റൊരു പണിഷ്മെൻറ്റ് അതിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 131 പറയുന്നത്. പിന്നെ ഒഫൻസസ് ദാറ്റ് ലീഡിങ് ടു ഇംപ്രിസൺമെൻ്റ് ആണ്. സെക്ഷൻ 132 പറഞ്ഞത് GST ആക്ട് പ്രകാരം നമ്മൾ ചെയ്ത ചില കുറ്റങ്ങൾക്ക് നമുക്ക് ഇംപ്രിസൺമെൻറ്റ്, നമ്മൾ ജയിലിലടയ്ക്കാൻ തുറുങ്കിലടയ്ക്കാനുള്ള ചില സാധ്യതകളുള്ള കുറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൂവർ കമ്മിറ്റ്സ് ഓർ കോസസ് കമ്മിറ്റ് ടു ആൻഡ് റീറ്റെയിൻ ദ ബെനിഫിറ്റ്സ് അറൈസിങ് ഔട്ട് എനി ഓഫ് ദ ഫോളോയിങ് ഒഫൻസ്. സപ്ലൈ എനി ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് വിത്തൗട്ട് ദി ഇഷ്യൂ ഓഫ് എനി ഇൻവോയ്സ്. ഒരു ഇൻവോയ്സ് ഇല്ലാതെ ഗുഡ്സ് അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരാം. ഇഷ്യൂ എനി ഇൻവോയ്സ് ഓർ ബിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ്. അത് ഗുഡ്സ് കൊടുക്കാതെ ഇൻവോയ്സ് മാത്രം, ബില്ല് വെറുതെ അടിച്ചു കൊടുക്കുന്നത് എന്താണ് ക്രിമിനൽ കുറ്റമായിട്ട് മാറാം, ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരാം. കളക്ട്സ് എനി എമൗണ്ട് ആസ് ടാക്സ് ബട്ട് ഫെയിൽസ് ടു പേ ദ സെയിം ടു ദ ഗവൺമെൻറ്. ടാക്സ് വാങ്ങിയിട്ട് ഗവൺമെൻറ്റിന് അടിച്ചടിഞ്ഞെങ്കിൽ 3 മാസം സമയം കഴിഞ്ഞാൽ ചിലപ്പം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ്. എവെയിൽസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഫ്രോഡുലൻ്റ്ലി ഉണ്ടാക്കിയതാണെങ്കിൽ. പിന്നെ ഇവേഡ്സ് ടാക്സ് വെട്ടിക്കുകയാണെങ്കിൽ, ഫോൾസിഫൈസ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫിനാൻഷ്യൽ റെക്കോർഡ് ഫോൾസിഫൈ ചെയ്യുകയാണെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിലും അത് തെറ്റായ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഒബ്സ്ട്രക്ട്സ് ഓർ പ്രിവെൻറ്റ്സ് എനി ഓഫീസർ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടി. ഒരു ഓഫീസർ എന്താണ് അയാളെ കൃത്യനിർവഹണത്തിൽ തടസ്സം നിൽക്കുകയാണെങ്കിൽ എന്താണ് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും. ഡീൽസ് വിത്ത് എനി ഗുഡ്സ് വിച്ച് ഹി നോസ് ഓർ ഹാസ് റീസൺ ടു ബിലീവ് ലൈഫ്ലെസ് ഫോർ കോൺഫിസ്കേഷൻ അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഇതിലൊരു 10 പോയിന്റുകളൊന്ന് വായിച്ചു വെക്കുക എന്നുള്ളതാണ്. കുറേ പോയിന്റുകളുണ്ട്, ജസ്റ്റ് ഒന്ന് 10 പോയിന്റ് വായിക്കുക. ദെൻ അപ്പോൾ കോഗ്നിസൻസ് ഓഫ് ഒഫൻസസ് ആണ് സെക്ഷൻ 144. അതായത് കോടതിയൊന്നും എന്താണ് നമുക്ക് ഒരു നോട്ടീസ് അയക്കില്ല, കമ്മീഷണർ GST കമ്മീഷണറാണ് അയക്കുക. അപ്പോൾ അതിന് മുൻപായിട്ട് കോടതി അയക്കില്ല. ആൻഡ് നോ കോർട്ട് ഇൻഫീരിയർ ടു ദാറ്റ് ഓഫ് മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഷാൽ ട്രൈ. അതായത് മജിസ്ട്രേറ്റ് കോടതിക്ക് താഴെ ഒരു കോടതി എന്താണ് ഈ പറയുന്ന ഇത്തരം GST ഒഫൻസുകൾ എന്താണ് അതിനെ ട്രയൽ എടുക്കില്ല. അപ്പോൾ അതാണ് സെക്ഷൻ 134 പറഞ്ഞത്. ഇനി കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ് ആണ്. സോ എനി ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് മേ either ബിഫോർ ഓർ ആഫ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോസിക്യൂഷൻ ബി കോമ്പൗണ്ടഡ് ബൈ ദ commissioner on payment by the person accused of the offence to the central government or state government as the case may be, in such compounding amount in such manner may be prescribed. ചിലപ്പോൾ എന്താണ് നമ്മൾ അധിക തുക അടയ്ക്കേണ്ടി വരും ഈ ചില ഒഫൻസുകൾക്ക്. ദ പേഴ്സൺ ഹാസ് ബീൻ അലൗഡ് ടു കോമ്പൗണ്ട് വൺസ് ഇൻ റെസ്പെക്ട് ടു എനി. കോമ്പൗണ്ടിങ് മീൻസ് എന്താണ് ഒരുമിച്ചൊരു തുക അടയ്ക്കുക. ഒരുപാട് ഒഫൻസുകൾ ഉണ്ടെങ്കിൽ ഒരുമിച്ചൊരു കോമ്പൗണ്ട് തുക അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ വരുന്നത് വെച്ചാൽ എന്താണ് പേഴ്സൺ ഹാസ് ബീൻ അലൗഡ് ടു കോമ്പൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഒഫൻസസ് specified in the clauses of A to F HIL.
A person who has been allowed to compound once in respect of any offence other than those in clause A. The person who has been accused of committing an offence. A person who has been convicted. The person who has been accused. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇതാണ് കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് ഒഫൻസുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഒഫൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. അത് ഇംപ്രിസൺമെൻറ്റ് ആണെങ്കിലും ശരി, അതിപ്പോൾ പെനാൽറ്റിക്ക് ആണെങ്കിലും ശരി, അത് മെയിനായിട്ട് ചോദിക്കും. പിന്നെ എന്താണ് ഒഫൻസ്, ഈ വക കാര്യങ്ങൾ ഒക്കെ ചോദിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാതിൻ്റെ ഒരു ചാപ്റ്ററാണ്. അങ്ങനെ ഒരു പിൻ പോയിൻ്റ് ആയിട്ട് ഇന്ന സംഗതികൾ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്തൊരു ചാപ്റ്ററും കൂടിയാണ്. പിന്നെ ഈ സെക്ഷൻസ് ഒക്കെ നോക്കി വെക്കുക. ഫെയിലിയർ ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒഫൻസുകൾ. ഓക്കെ, ജനറൽ ഒഫൻസുകളാണിത്. പെർട്ടിക്കുലർ ഒഫൻസസ് അല്ല, സർട്ടൻ ഒഫൻസസ് ആണിത്. ആ ഒഫൻസുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ.